നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ പ്രവേശനത്തോടനുബന്ധിച്ച് ഇതുവരെയും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിച്ചിട്ടില്ല. ഇപ്പോഴും കുട്ടികളെല്ലാം തന്നെ വളരെയധികം ആശങ്കയിലാണ്. ഏകദേശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പറയുന്ന +2 റിസൾട്ടുകൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതുവരെയും ഒരു തീരുമാനം നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുവരെയും എൻട്രൻസിന്റെ കാര്യം ഒന്നും തന്നെ പറയാത്തതുകൊണ്ട് ഈ വർഷവും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് കേരളത്തിന് പുറത്തുള്ള ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളായ കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലും അഡ്മിഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും പറയുന്ന ഒരു കാര്യം, പല കോളേജുകളിലേക്കും അഡ്മിഷൻസ് ഇതോടൊപ്പം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 70% കുട്ടികളെങ്കിലും അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പം പല കോളേജുകളിലും ഈ പറയുന്നത് പോലെ കോളേജുകളൊക്കെ സീറ്റുകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫീസൊക്കെ ഉയർന്നു തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫീസ് ഹൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, പല കുട്ടികളും ഓരോ കോളേജുകളിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ സബ് കോളേജുകളും മറ്റുള്ള എക്സ്ട്രാ കോളേജുകളൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കാതെയാണ് കുട്ടികൾ അഡ്മിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഏജന്റുമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് മാത്രം അവർ അഡ്മിഷൻസ് എടുക്കുകയും പിന്നെ അവരെ ഈ പറയുന്ന സബ് കോളേജുകളിലേക്ക്, അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ജോയിൻ ചെയ്ത്, അതായത് 2023 അഡ്മിഷനിൽ ജോയിൻ ചെയ്തിട്ട് നിരവധി കുട്ടികൾക്കാണ് ഇതുവരെയും രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാതെ എക്സാമിന്റെ സമയമായിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ഈ വരുന്ന ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിന് ഉള്ളിൽ തന്നെ ഇവർക്ക് ഹോൾ ടിക്കറ്റുകൾ ലഭിക്കാത്തതിനാൽ അവർ കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവര് പല പല ന്യായങ്ങൾ പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ പല കോളേജുകാരും പറയുന്ന ഒരു കാര്യമാണ്, ടെക്നിക്കൽ എറർ കൊണ്ടാണ്, അതുകൊണ്ട് ലേറ്റ് രജിസ്ട്രേഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ഉറപ്പാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എക്സാംസ് എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുട്ടികളെ വീണ്ടും അവർ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കട്ടെ, ലേറ്റ് രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് എപ്പോഴും നമ്മൾ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത കട്ട് ഓഫ് ഡേറ്റ് കഴിയും. ഉദാഹരണമായി ഡിസംബർ 31 ആണെന്നുണ്ടെങ്കിൽ ജനുവരി 15 വരെയോ അല്ലെങ്കിൽ ജനുവരി 30 വരെയോ മാക്സിമം നമുക്കൊരു ടൈം പീരീഡ് തരും. അന്നേരം ഫൈൻ അടച്ച് നമുക്ക് ലേറ്റ് രജിസ്ട്രേഷൻ നടത്താനുള്ള സാഹചര്യമാണ്. അല്ലാതെ എക്സാമിന് മുന്നേ തല ആഴ്ച കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പല കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ നിരവധി കുട്ടികളാണ് പല കോളേജുകളിൽ അഡ്മിഷൻസ് എടുത്തിട്ട് ഇതുവരെയും രജിസ്ട്രേഷൻ പോലും ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇനി പുതിയ ഒരു കോളേജിലേക്ക്, അതായത് ഫ്രഷ് അഡ്മിഷൻ ആയിട്ട് അടുത്ത വർഷത്തേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻസ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ ഈ വർഷം ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പല കോളേജുകളും ഈ ഒരു രീതിയിൽ നിരവധി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ 50 സീറ്റ് ആയിരിക്കും ഒരു പക്ഷേങ്കിൽ, അല്ലെങ്കിൽ 100 സീറ്റ് ആയിരിക്കും അവർക്ക് മാക്സിമം കപ്പാസിറ്റി ഉള്ളത്. പക്ഷെ അതിലും കൂടുതൽ കുട്ടികൾ, അപ്പോൾ പല കുട്ടികളും പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഈവൻ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നിരവധി കോളേജുകളിൽ ഈ ഒരു രീതിയിൽ സബ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിരവധി കുട്ടികളെ എക്സ്ട്രാ ബാച്ചസ് ആയിട്ട് എക്സ്ട്രാ കുട്ടികളെ അവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഒരു പക്ഷേങ്കിലും അങ്ങനെ എക്സ്ട്രാ ബാച്ചസിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും സിംഗിൾ മാനേജ്മെന്റ് ആയിട്ടുള്ള ഒറ്റ കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. അല്ലാത്ത പക്ഷം നിങ്ങളെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന പോലെ സബ് കോളേജുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജുകൾ അഡ്മിഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അല്ലാതെ ചാടി കയറി നിങ്ങൾക്ക് അഡ്മിഷൻ തീർന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയി നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാതിരിക്കുക. കാരണം നിരവധി കുട്ടികളാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. കാരണം നിങ്ങളുടെ ഒരു വർഷവും ഇത്രയും എമൗണ്ടും എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. INC-യുടെ കാര്യത്തിൽ വീണ്ടും കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. കാരണം INC-യുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരും ഒരു വല്ലാത്ത കുട്ടികളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 23-24 അഡ്മിഷന്റെ ഇതുവരെയും ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അവർക്ക് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി കുട്ടികൾക്കാണ് ഈ ബാങ്ക് ലോണൊക്കെ പെൻഡിങ് ആയിട്ട് ലഭിക്കുക. കാരണം INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അംഗീകാരമില്ലാതെ ഒരു മിക്കവാറും വരുന്ന ബാങ്കുകളൊന്നും തന്നെ ഈ പറയുന്ന ലോൺ കുട്ടികൾക്ക് നൽകാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ലോൺ ഒക്കെ പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 23-24 അഡ്മിഷൻസിന്റെയും കംപ്ലീഷൻ ആയിട്ടില്ല. ഈവൻ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി കോളേജുകളാണ് ഇനിയും ആ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതായിട്ടുണ്ടാവുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റ് ആണെങ്കിലും എന്തോ കാരണങ്ങൾ കൊണ്ട് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.
അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒത്തിരി നല്ല കോളേജുകൾ, സിംഗിൾ ആയിട്ട് പോകുന്ന, ഒറ്റയായിട്ട് പോകുന്ന നിരവധി കോളേജുകൾ ഏത് ഫീസ് പാക്കേജിലും നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുക. അല്ലാതെ ഇന്ന കോളേജുകൾ അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്ന ഇപ്പം തീർന്നു വന്നു പോകുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി അഡ്മിഷൻസ് എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. നിരവധി നല്ല കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് സിംഗിൾ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്, ഒറ്റ കോളേജായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി കോളേജുകളുണ്ട്. അങ്ങനെ കോളേജുകൾ കഴിവത് അഡ്മിഷൻസ് എടുക്കുക. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കോളേജിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ഞങ്ങൾ പാസ് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.